ഹായ് കൂട്ടുകാരെ, ഞാൻ എലിസബത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് മുടിയുടെ സംരക്ഷണത്തിനെ പറ്റി പറയാനാണ്. ഈ മുടിക്കോ സംരക്ഷണം ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടിയായിരുന്നു കേട്ടോ എൻ്റെ മുടിയെ. പെട്ടെന്ന് അതങ്ങ് പൊഴിയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സാധാരണ വെളിച്ചെണ്ണയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ കാണിച്ചില്ലേ, കാച്ചിയ വെളിച്ചെണ്ണ തേക്കാൻ തുടങ്ങി. കാച്ചിയ വെളിച്ചെണ്ണ നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സ്പോണ്ടിലോസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി തല കുളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗ്യാപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഉടനെ തലയിൽ താരനും വരാറുണ്ട്, മുടിയും പൊഴിയാറുണ്ട്. താരൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിനെന്തോ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോഴാണ് അച്ചു പറഞ്ഞത് റോസ്മേരി തലയിൽ തേക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് റോസ്മേരി. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് കാണിക്കുകയാണ്. ചിലവർക്കൊക്കെ ഇത് അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടല്ലോ. ഇത് ഡ്രൈഡ് റോസ്മേരിയാണ്. അപ്പം ഇത് ഇങ്ങനെ മുള്ളുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഈ ബോട്ടിലും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഇതുണ്ടാക്കി ഈ ബോട്ടിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇത് 100 ml ബോട്ടിലാണ് കേട്ടോ. ഇതിൽ 3 ബോട്ടിൽ വെള്ളം എടുക്കും. അപ്പം 300 ml വെള്ളം. അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇന്ദുലേഖ എണ്ണയിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് അല്ലേ, ഇങ്ങനെ തലയിൽ തനിയെ അതിങ്ങനെ നമുക്ക് ഒഴിക്കണ്ട, ഓരോന്നായിട്ട് എടുത്തെടുക്കണ്ട, അങ്ങ് തേച്ചുകൊണ്ട് പോയാൽ മതി അല്ലേ. ബോട്ടിൽ മീഷോയിൽ നിന്ന് നോക്കി വാങ്ങിക്കുക കേട്ടോ. ഇത് നല്ലതാണ്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഇനി എന്തോ ചെയ്യണമെന്ന് പറയാം. 300 ml വെള്ളം എടുക്കണം. 300 ml വെള്ളം എടുത്തിട്ട് 2 ടീസ്പൂൺ റോസ്മേരി എടുത്തിട്ട് 1 ടീസ്പൂൺ നമ്മുടെ ഉലുവയും കൂടെ എടുക്കണം. എന്നിട്ട് ഈ 300 ml വെള്ളം എടുത്ത് ഇത് തിളപ്പിച്ച് വറ്റിക്കണം. വറ്റിച്ച് 100 ml ആക്കണം. എന്നിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാൻ. ഇത് തലയിൽ തേച്ചിട്ട് രാത്രി വേണമെങ്കിൽ കിടന്നുറങ്ങാം. പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആയിക്കോളും. നമുക്ക് ഉണങ്ങും കേട്ടോ. തലയിൽ ആ വെള്ളം വീഴുന്ന പോലെയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അതങ്ങ് ഉണങ്ങിക്കിട്ടും. എന്നിട്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് കുളിച്ചാൽ മതി കേട്ടോ. കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഉലുവ 1 ടീസ്പൂൺ മതിയെന്ന് ഞാൻ പറഞ്ഞത്, ഉലുവയുടെ സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ കേട്ടോ. ഭയങ്കര മൂക്കിൽ അടിച്ച് കയറുന്ന സ്മെല്ലായിരിക്കും. അതിൽ കുഴപ്പമില്ലാത്തവർക്ക് കുറച്ചും കൂടെ ഇടാം കേട്ടോ. അത് സ്മെല്ല് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന് 2:1 ഇടുന്നത്. പിന്നെ എന്തോന്ന് പറഞ്ഞാൽ ഇത് തേച്ച ഉടനെ തന്നെ ഒരു മസാജർ വെച്ച് തല മസാജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ മസാജ് ചെയ്യുക. ഇപ്പം ഇതൊക്കെ കിട്ടുമല്ലോ ആമസോണിലും ഒക്കെ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്, 100 രൂപയാണ് കേട്ടോ. അപ്പോൾ മസാജർ വെച്ച് ഇങ്ങനെ തേച്ച് ഇരുന്നിട്ടാണ് കുറച്ച് നേരം മസാജ് ചെയ്തിട്ടാണ് അത് ഫ്രീ ആയിട്ട് വിട്ടിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് കുളിക്കുന്നത്. ഇതാണ് ഈ റോസ്മേരിയുടെ ഒരു ഉപയോഗം. നല്ല മുടി കൊഴിച്ചിൽ മാറും. അതാണ് ഇപ്പം ഞങ്ങൾ കണ്ടത്. മുടി വളരുമോ എന്നുള്ളത് ഞാൻ പതുക്കെ പറയാം കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് എന്തുവാന്ന് പിന്നെ പറയാം. എന്തായാലും മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കാച്ചിയ എണ്ണയും കൂടെ തേക്കുന്നതുകൊണ്ട് നല്ലതാണ്. അതും തേച്ച് ഇതും തേക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഇത് രാത്രി തന്നെ തേച്ചിട്ട് കാച്ചിയ എണ്ണ രാവിലെ തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കലാണ്. അതാണ് ശരിക്കുള്ള രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, മുടി പൊഴിയുന്നോ ഇപ്പം ഹെയർ ഫിക്സറൊക്കെ കിട്ടും അല്ലേ. അപ്പം എന്നാലും നമ്മുടെ മുടി നമ്മൾ സൂക്ഷിക്കുക. ഇപ്പം ഹെയർ ഫിക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടല്ലേ. ഇപ്പം റിയാമോള് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തു കേട്ടോ. ഇപ്പോൾ അവൾ പറയുന്ന അവളുടെ, എന്നിട്ട് അത് അവളെ കൊണ്ട് പറ്റത്തില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അപ്പം അവൾക്ക് ജോലിക്കൊക്കെ പോകേണ്ടിയല്ലേ. അപ്പം അവൾ അത് 2 എണ്ണം എങ്ങാണ്ട് അത് ഇളകി വരാതിരുന്നു. അവർ അത് നല്ലപോലെ പോളിഷ് ചെയ്തിട്ടൊക്കെ അല്ലേ അത് പിടിപ്പിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഇപ്പം എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നഖത്തിന് കട്ടി കുറഞ്ഞിട്ട് എപ്പോഴും നെയിൽസ് പൊട്ടി പോവുക. അപ്പം അതുപോലെ എന്ത് നമ്മൾ എക്സ്ട്രാ അങ്ങനെ ചെയ്താലും അതിനൊരു ദോഷമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗുണം വേറെയാണല്ലേ. നാച്ചുറലായിട്ട് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ.
പിന്നെ എന്ത് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പലരും ചെയ്യുന്ന കണ്ടോ, കുറച്ച് നാൾ ഒന്ന്, കുറച്ച് നാൾ വേറെ, അങ്ങനെ എൻ്റെ ഒരു രീതിയാണ് അത് കേട്ടോ. പറഞ്ഞു തന്നു കോഫി പൗഡറും, പക്ഷെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ, നല്ല റിസൾട്ടാണ്. അത് മടിയില്ലാത്തവർ 3 ദിവസം കൂടുന്തോറും ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര റിസൾട്ടാണ്. ഇപ്പം മടിച്ച് ആയതുകൊണ്ട് ഞാനിപ്പം അന്ന് കാണിച്ച പോലെ റോസ് വാട്ടറും ഗ്ലിസറിനുമാണ് ഇട്ട് ഇപ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ട് അത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് എൻ്റെ ഒരു എളുപ്പ വഴി. അതിടുമ്പോൾ കൈക്കും കാലിനും എല്ലാം ഇടും ഞാൻ. അപ്പം എൻ്റെ ഈ വീഡിയോ കുഴഞ്ഞോന്ന് എനിക്കൊരു സംശയം, പലത് പറഞ്ഞുകൊണ്ട്. എന്നാലും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റും ചെയ്യണേ. പിന്നെ എന്താ, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ഞങ്ങൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, പുറത്ത് വെച്ച് ശ്രമിച്ചിട്ടില്ല കേട്ടോ. അത് എന്തായാലും നമുക്കറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ ഉലുവ വെള്ളമൊക്കെ ഇട്ട് വെച്ചിരുന്ന അതിനൊക്കെ ഒരു അഴുകിയ മണം വരുമല്ലേ, അങ്ങനെ വരുമോയെന്നൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും ഇത് ഞങ്ങൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. താങ്ക് യു.